കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മുമ്പിൽ ഇരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നമ്മുടെ സ്വന്തം പേർഷ്യൻ ക്യാറ്റ് ആണിത്. ഇത് മമ്മിയുടെ ബർത്ത്ഡേക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. ഈ സാധനം ഒരു വക പറഞ്ഞനുസരിക്കില്ല. ഈ സാധനം ഇതിനെ എപ്പോഴും ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോകുന്ന സാധനമാണ് ഈ ക്യാറ്റ്. പക്ഷെ ഞങ്ങളുടെ ക്യാറ്റ് അങ്ങനെയാണ്, വേറെ ആൾക്കാരുടെ ക്യാറ്റ് ഇങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഇവ ഇങ്ങനെയാണ്. ഞങ്ങളുടെ വീട്ടിലത്തെ ക്യാറ്റ് അതുപോലെ പറഞ്ഞ് നല്ല പോലെ അനുസരിക്കുന്ന കുട്ടിയാണ്. എങ്ങോട്ട് വേണമെങ്കിലും പോകും, നമ്മൾ പറഞ്ഞൊന്നും വിളിക്കില്ല കേട്ടോ. അപ്പോ ഇതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവന്റെ കണ്ണ് കാണാണെങ്കിൽ 2 തരം ഐ ആണത്. അപ്പോ ഒരു ബ്ലൂ ഐയും അതുപോലെ തന്നെ ഒരു യെല്ലോ ഗോൾഡ് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളറും. അത് എന്റെ ചേട്ടൻ മമ്മിക്ക് ഗിഫ്റ്റ് ചെയ്തതാണല്ലോ. അപ്പൊ ഇത് ചേട്ടൻ പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് ഇത് അയച്ചതാണ്. ഇത് 2 വട്ടം ഡ്രൂമിങ്ങിന് കൊണ്ടുപോയിട്ടുണ്ട്. സ്നോബെല്ലാണ് ഞങ്ങളുടെ വീട്ടിലത്തെ സ്നോബെൽ. അപ്പൊ ഇതിന്റെ വാലൊക്കെ കണ്ടത് നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ ഇതിന്റെ എന്തോ ഒരു കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷ് കട്ട്. അതാണ് എപ്പോഴും വെട്ടണ ഒരു കട്ട്. ഞങ്ങൾ എപ്പോഴും ഇതിനെ വെട്ടുന്നത് ബ്രിട്ടീഷ് കട്ടാണ് ഇതിനെ വെട്ടാറ്. അപ്പോൾ ഇതിന്റെ ഫുഡ് എന്ന് പറയുന്നത് മിയാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫുഡാണ്. ഈ ഫുഡ് എടുത്ത വശം ഒരാളുടെ ചെവി ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ കൊടുക്കുന്ന ഫുഡ്. ഇവനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫുഡാണ്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ 4 നേരം ഇവനെ ഭക്ഷണം കൊടുക്കും കേട്ടോ. ഇതാണ് ആ ഫുഡ്. നല്ലപോലെ കഴിക്കുവൻ. ഇപ്പൊ വേനൽക്കാലൊക്കെ ആയ കാരണം ഇതിന്റെ ഭയങ്കര മുടിയൊക്കെ ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോ എന്താ പറയാ, എനിക്കൊന്നും അങ്ങനെ പറയാറില്ല. പിന്നെ ഇതിന്റെ എപ്പോഴും വേനൽക്കാലമായ കാരണം എപ്പോഴും ഞങ്ങള് ഇവനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കും. പിന്നെ AC-യിൽ കെടുക്കുള്ള ഈ സാധനം എപ്പോഴും AC-യിൽ കെടുക്കും. പിന്നെ ഇതിനെ മലർന്നൊരു ഉറക്കുണ്ട് ഉച്ച സമയത്ത്. നല്ല ഉറക്കം, അത് നമ്മൾ തന്നെ കിടന്ന് ഉറങ്ങണ പോലെയോ. പിന്നെ ഇതൊരു കോംബോ. എപ്പോഴും നമ്മള് ചെട ഉണ്ടാവും. ഇത് നല്ല തിക്ക് ഹെയറാണ്. അപ്പൊ എപ്പോഴും ചെട, നമുക്ക് എപ്പോഴും ചെട വരും. അപ്പൊ അതിനായിട്ടുള്ളൊരു ഇരുമ്പിന്റെ കോമ്പാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് പറയാ സ്റ്റീല് പാരുന്നത്. അപ്പൊ ചെടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും. അപ്പോൾ ചെടിയൊന്നും ഇല്ല. ഇപ്പൊ 2 വട്ടം റൂമിന് കൊണ്ടുവന്ന അധികം ചെടിയും ചെളിയൊന്നും എനിക്ക് ഇല്ലാന്ന് തോന്നുന്നു. എനിക്കൊന്ന് പ്രേക്ഷകരുടെ കാണണ്ടോ. ഭയങ്കര വെയിറ്റ് ആട്ടോ. ഇതിന് എത്ര കിലോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഒരു 3 കിലോ ഒക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ ഇത് കണ്ടീഷണറാണോ? ഇത് കണ്ടീഷണർ, ഇത് ഷാമ്പു. ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കും. മാസത്തിലല്ല, ആഴ്ചയിൽ 2 വട്ടം കുളിപ്പിക്കും. ഇത് കുളിപ്പിക്കാൻ ഭയങ്കര പാടാണ്. നല്ല ഹെയറാണ്. മമ്മിയാണ് ഇതൊക്കെ ഇതിന് നോക്കണത്. മമ്മിയുടെ ഗിഫ്റ്റ് അല്ല, മമ്മിയല്ല നോക്കണ്ടേ. അപ്പോൾ ഇത് 2ത്തിലാണ് കുളിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ അയക്കുന്നത്. ഈ കാറ്റ്സിനൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് നല്ല ഇഷ്ടമൊക്കെ ഉണ്ടാവും. മാന്തിട്ടുണ്ട് അടി ഇഷ്ടമുണ്ടാവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇനിയും വരും ഇങ്ങനത്തെ വീഡിയോസ്. ഞങ്ങളുടെ ഒരു വീടെന്ന് പറയുന്നത് ഒരു ആനിമൽസിന്റെ ഒരു ഹോമാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറെ ഉണ്ടായിരുന്നു. തൊടാൻ പാടുള്ളൂ. ഞാൻ തൊടാൻ പാടില്ലടി. ഭയങ്കര കുറുമ്പാട്ടോ. ഭയങ്കര കുറുമ്പെന്ന് വെച്ചാൽ ഭയങ്കര കുറുമ്പ്. ഇങ്ങനെ കിടന്നോളും. പിന്നെ അപ്പോ എന്തായിരിക്കും പറയാൻ പാടില്ലേ. എന്നെ നോക്കണക്കിടക്കെ ഗൈസ്, എന്നെ കണ്ണ് തുറപ്പിച്ച് നോക്കാം അവിടെ നിന്നിട്ടാ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ബൈ ബൈ. ഇതാണ് ചെക്കൻ. മെയിൻ കാര്യം പറയാൻ പറഞ്ഞു. ഞാനിതൊക്കെ പറഞ്ഞു, പെട്ടെന്ന് എൻഡായി പോയി. പേര് ലൂക്ക എന്നാണ് പറയാ. ഇതിന്റെ പേര് ലൂക്ക എന്ന് വിളിച്ചാൽ ഒന്ന് ചെവി കേൾക്കും. അല്ലാണ്ട് എന്നിട്ട് ഒറ്റ ഓട്ടോളും. ഈ ടേബിളിന്റെ അടിയിലാണ് അവന്റെ താമസം. എപ്പോഴും കൂടുണ്ട് കേട്ടോ. അത് വേറെ പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ബൈ.